അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് നീന്തൽ പഠിക്കണം എന്ന് കുറേ ആയി വിചാരിക്കുന്നത്. എനിക്കൊന്ന് 10ാം ക്ലാസ്സോ അല്ല +2 കഴിഞ്ഞ സമയത്താണ് ഞാനും അനിയത്തി ഒരു 10-15 ദിവസം പഠിക്കാൻ പോയിന് നീന്തൽ. പിന്നെ അതിന് ശേഷം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പം എന്താണെന്നറിയില്ല, എന്തോ ഒരു ആഗ്രഹം പഠിക്കാൻ വേണ്ടിയിട്ട്. മഴയെല്ലാം കഴിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നായിരുന്നു. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ ഒന്നാമത് വീട്ടിൻ്റെ അടുത്തൊന്നും അങ്ങനെ കുളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പാടെ മറന്നുപോയി തോന്നുന്നു. അതുകൊണ്ട് ഒന്നും കൂടി പോകാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ എൻ്റെ കയ്യിലൊന്നുമില്ല, സാധനമൊന്നുമില്ല. സ്വിം സ്യൂട്ടോ തൊപ്പിയും அந்த സാധനമെല്ലാം വേണം സ്വിമ്മിങ് പൂളിൽ പോകുമ്പോൾ. ഇപ്പോൾ ഇവിടെ തന്നെ ആയാലും ഞാൻ കുറേ കുഞ്ഞു കുട്ടികൾ തന്നെ ഈ പ്രായത്തിൽ തന്നെ ഇതെല്ലാം ഫെൻസിങ് അങ്ങനത്തെ പുതിയ നല്ല കായികമായ കാര്യങ്ങളെല്ലാം പഠിക്കുന്നു. ഞാൻ വിചാരിക്കും ഞാൻ ചെറുപ്പത്തിൽ ഏടിയായിരുന്നു മായക്കണ്ണിന് അല്ലെ തക്കേശി കാസൽ, മറ്റേ തക്കേശീസ് കാസൽ ഉണ്ടായിട്ടില്ല മണ്ടൊന്ന്, അതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ വെറുതെ സമയം പോക്കി. പക്ഷെ അതെല്ലാം നല്ല രസേനുമല്ലേ പണ്ട് ആ കാർട്ടൂണെല്ലാം കണ്ടിരിക്കാനും ഒരു രസം തന്നെയാണ്. പക്ഷെ അതിൻ്റെ പരം കുറച്ചിങ്ങനെ കായികപരമായിട്ടും കുറച്ച് പഠിക്കേണ്ടതായിരുന്നു. ചെറുപ്പത്തിൽ സാധിക്കാൻ പറ്റാത്തതല്ല ഇപ്പം എന്തോ ആഗ്രഹം. നമുക്കെന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതപ്പം സാധിക്കണം, ഇല്ലേ കുറേ കഴിഞ്ഞാൽ അത് റിഗ്രറ്റ് വരും. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഇപ്പം കുറച്ചായിട്ട് എന്തെല്ലാം ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ഇപ്പം സാധിക്കാൻ നോക്കും. ഞാനും അതേപോലെ ഇപ്പം എന്താ നീന്താൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനും അതിനുവേണ്ടി ഇപ്പം ശ്രമിക്കാൻ പോവുകയാണ്. കാരണം ഇപ്പം നമുക്ക് ഇതെല്ലാം പഠിക്കാനുള്ള സമയം കിട്ടും. കുറേ കഴിഞ്ഞാൽ പിന്നെ കുറേ റെസ്പോൺസിബിലിറ്റി ആയി കാര്യങ്ങളായി. ഇപ്പം നമ്മൾ കുറച്ച് ഫ്രീ ബേർഡാണ്. സാധനം കാണിച്ചതല്ല നോക്കറാ അല്ല, കുറേ താളിച്ചപ്പ് കുറച്ച് പറിച്ചാൽ കുറേ ഉണ്ട്. ഇതാ നല്ല രസമുണ്ട് കാണാൻ. ചോദിക്കാണ്ട് പറിക്കരുത്. പിന്നെ കുറേ ചക്കയുണ്ട്. എൻ്റെ വീട്ടിലൊന്നും ഒറ്റ ചക്കയില്ല. ഒരു ചക്ക ഉണ്ടായിന്, അത് പിന്നെയും പഴഞ്ചക്കയായിപ്പോയി. ഇപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞാൽ കുറച്ച് കൃഷിയെല്ലാം നടാൻ വേണ്ടിയിട്ട്, കുറച്ചിങ്ങനെ പച്ചക്കറി കാര്യങ്ങൾ. കാരണം നമുക്കിപ്പം പുറത്തുനിന്ന് വിശ്വസിച്ച് അങ്ങനെ വാങ്ങാൻ പറ്റുന്നില്ല. നല്ല ഓർഗാനിക് വെജിറ്റബിൾസ് എല്ലാം വാങ്ങണം. ഇപ്പം എല്ലാം മരുന്നടിച്ചിട്ട് ഇതായതുകൊണ്ട് ഈ ഭാഗത്ത് നല്ല അടിപൊളി ചെടിയെല്ലാം ഉണ്ട്. എന്താ എനിക്ക് വേണ്ടപ്പാ ഇതുപോലെ ആക്കാനെല്ലാം ഒരു ബോളിൻ്റെ ഷേപ്പിൽ ചെടിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കുറച്ച് പണിയുണ്ട് ഇനിയെല്ലാം. ഞാനെല്ലാം പണ്ട് വിചാരിക്കലുണ്ട് ഈ ചെടിയോട് ഈ പ്രായമുള്ളവർക്കൊന്ന് എത്ര എന്തെങ്കിലും കടിച്ചാ അതൊന്നുമല്ല എന്തോ കുത്തിയ പോലെ. ഈ പ്രായമുള്ളവർക്ക് ചെടിയോട് എന്താ ഇത്ര ഇഷ്ടമാണ്. എൻ്റെ മാമന്മാരും എല്ലാവരും ചെടി ഭയങ്കര ഇഷ്ടമാണ്. ചെടി ഇങ്ങനെ വളർത്തുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പം മനസ്സിലായത് ഈ ചെടീൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ എന്തോ ഒരു രസമാണ്. അപ്പം എനിക്ക് കുട്ടികളോടാണ് ഇത് പറയാനുള്ളത്. ഇത് കുട്ടികൾക്കുള്ള മെസ്സേജാണ്. നിങ്ങൾ മാക്സിമം കുട്ടിക്കാലം എൻജോയ് ചെയ്ത് നോക്കുക. ഞാനെല്ലാം ചെറുപ്പത്തിൽ വിചാരിച്ചു വേഗം ഒന്ന് വലുതായാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം വിചാരിക്കും ഒന്നും കൂടി കുട്ടിയായാൽ മതിയായിരുന്നു. കുറേ മാക്സിമം എൻജോയ് ചെയ്യായിരുന്നു അന്നല്ല ഇങ്ങനെ. പക്ഷെ സാറിന് ഇപ്പോൾ സമയമുണ്ട്. നമ്മൾ പഠിക്കാനൊരിക്കലും നമ്മൾ പ്രായം നോക്കരുത്. എപ്പോൾ വേണ്ടിക്കാനും പഠിക്കാനൊരിക്കലും നമുക്ക് പ്രായം ഒരു തടസ്സമല്ല. അപ്പം നല്ലൊരു അഡ്വഞ്ചറായിരുന്നു രാവിലെ തന്നെ. അപ്പം എല്ലാവരും ഇത് കാണുക. യുദ്ധത്തിന് വേണ്ടി പോരാടി തൻ്റെ ജീവൻ വെടിഞ്ഞ കുറേ ഉറുമ്പുകൾ ഇവിടെ കാണാം. ഞാൻ വരച്ച ലക്ഷ്മണരേഖ കടക്കാൻ നോക്കിയതാണ്, പക്ഷെ ആർക്കും കടക്കാനായില്ല. ഉറുമ്പിനോട് സങ്കടം തോന്നുന്നുണ്ട്, പക്ഷെ എൻ്റെ സാധനമൊക്കെ കട്ടു നിന്നതുകൊണ്ട് ഇതേ ഒരു മാർഗം ഉണ്ടായിട്ടുള്ളൂ. ഉറുമ്പുകൾക്ക് വേണ്ടി ഞാനൊരു ആദരാഞ്ജലികൾ ഏർപ്പെടുത്തി. അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ട് രാവിലെ തന്നെ വെളുത്തടിയായി ഗതയെല്ലാം പിടിച്ചു പോകുന്നത്. ഒന്നെനിക്ക് വെള്ളം കുടിക്കാനാണ്, പിന്നെ ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ടും കൂടി വരുന്ന ദിവസമാണ്. അപ്പോൾ ആരെങ്കിലും തോറ്റൻ്റെ ദേഷ്യത്തിന് എന്നെ തച്ചുവെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് അവരുടെ തലക്കടിക്കുന്നതായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും സേഫ്റ്റിക്ക് നമ്മൾ കരുതിയേ പറ്റൂ. എനിക്ക് ഒരു കൊടയോ മടിയോ അല്ലെങ്കിൽ ഇതുപോലൊരു വലിയ ഗതയോ. അപ്പോൾ റിസൾട്ട് എന്താവും അറിയില്ല. നമുക്കൊക്കെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. അല്ലേ പിന്നെ ഭയങ്കര വിശപ്പും ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാം. പൊതുവേ ലഞ്ചെടുക്കലുണ്ട്, പക്ഷേ ഇന്ന് ഭയങ്കര വിശപ്പ്. അപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയിട്ട് കഴിക്കാം. നോക്കട്ടെ, ഹോസ്റ്റലിൽ നല്ല ഫുഡാണെങ്കിൽ ഹോസ്റ്റലിൽ പോയിട്ട് കഴിക്കുന്നതാണ്. അവസാനം സൈ കിട്ടി ഞാൻ ഹോസ്റ്റലിലെ ഫുഡ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ തൈരുണ്ട്, പിന്നെ ചോറ്, അച്ചാറ്, 2 കൂട്ടം തോരൻ, പിന്നെ മോരും. ഭലേ ബേഷ്.
സന്തോഷം വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ സഖി തിരിച്ചെത്തിയിരിക്കുന്നു ആസാമിൽ നിന്ന്. സഖി അപ്പൊ ഇപ്പൊ ഞാനും പ്രിയ സഖിയും കൂടി എടുത്തേക്കാൻ പോകുന്നത് പറയൂ. ഇതാ ഞാൻ വിചാരിച്ചു ഏതോ മനുഷ്യനാന്ന് വിചാരിച്ചു പെട്ടെന്ന്. എനിക്കൊന്ന് തണുപ്പാകുമ്പോ വിറക് കിട്ടാൻ. പക്ഷെ ഇത് ചെറുതാ. എത്ര വേണം മുട്ടിന്റെ ഇടം വരെ മുകളിൽ പോയിട്ടേ. അല്ലെ ഇവിടുന്ന് ട്രൈ ചെയ്യണോ? വൈസിറ്റി വിപണിയിലുള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ നല്ലതാ. ഞാൻ കണ്ടില്ലല്ലോ. മറ്റേ അത് അതുപോലല്ല, ഇതുപോലൊന്നാണ് അല്ലേ? ബോംബ് സ്കോഡ് വെക്കുന്നതല്ലേ? അന്നേരം ഇങ്ങനത്തെ പിള്ളേരുടെ ഉണ്ട് നല്ല കളറ്. പിള്ളേർ ഒന്നുമില്ല. നല്ലതാ. കാണുന്നില്ലേ? അതതിന്റെ ആന്റി ഫോഗ്. അത് പറിച്ചളഞ്ഞാ കാണുള്ളൂ. ഇപ്പൊ പറിക്കണ്ട. ഇപ്പൊ പറിച്ച അതിന്റെ കാശ് കൊടുക്കണ്ടേ? സൂപ്പറാ. പാർട്ടി വേറെ ഒന്നല്ലല്ലോ, അത്ര മതി. വെറുതെ തരുമെന്ന് ചോദിച്ചോക്കട്ടെ, ചിലപ്പോ കിട്ടിയെങ്കിലോ. ബാക്കി എന്താ വില കൂടുതലാ? ഇത് മതി. ഇത് എത്ര നാളുണ്ടാവും പരിപാടി? ആരംഭശൂരത്തും നല്ലതാ. നീന്തൽ പോലും അറിയില്ല. ആർഭാടത്തിനും അഹങ്കാരത്തിനും ഒരു കുറവുമില്ല. മഞ്ഞായോണ്ട് വെള്ളത്തിന്റെ അടി മുങ്ങിപ്പോയാലും കാണും. എന്റെ തൊപ്പി മഞ്ഞ കളറായോണ്ട് കാണേണ്ടതാണ്. അതുകൊണ്ട് ആരെങ്കിലും സഹായിച്ചോളൂ. അതറിയാം. മഞ്ഞ കളറായോണ്ട് എടുത്തതാ. അപ്പൊ ഇതെല്ലാം എടുത്തേക്കാം. അതോ? അതാകുമ്പോ പിന്നെ എല്ലാം കാണാം. അതെടുത്തോ, നല്ല ഭംഗിയുണ്ടാവും. അതൊക്കെ ഡൈവേഴ്സ് അല്ലേ? അതൊക്കെ താഴെ പോകുന്നൊരു എനിക്കറിയില്ല. കയറ്റായി അല്ലല്ലോ. ഇത് വേറെന്തോ കേട്ടോ. അത് ഈ ഏരിയയിൽ കാണേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ അത് അവർ ചീത്ത പറയും. മുടി അവിടെ തന്നെ ഉണ്ട്. മുടി വലിയ സൗന്ദര്യറാണി. മുടി അവിടെ ഉണ്ട്. വേണമെങ്കിൽ എന്തായാലും 150 മുടക്കുന്നല്ലേ. ഇച്ചിരി ക്വാളിറ്റി നോക്കി എടുത്തോ. നല്ല സോഫ്റ്റ് ഉണ്ട്. She tricked me into this. ഇത് പിന്നെ ലോങ് ഹെയർ കട്ട്. ഞാൻ പെട്ടെന്ന് മറന്നുപോയി ലോങ് ഹെയർ ഉള്ളത്. സബാഷ്. ഇങ്ങോട്ട് നോക്ക്. ഇവിടെ ഇടിക്കില്ലേ? ഇവിടെ ഇങ്ങനെയാക്ക്. കണ്ണു കാണുന്നില്ല ഇത് വെച്ചിട്ട്. രസമുണ്ടല്ലേ? ക്യൂട്ടായിട്ടുണ്ട്. ഇതന്നെ എടുക്കാം മതി. എന്തായാലും ആ കൂതറലൊക്കെ എല്ലാരും കണ്ടു. ഒരുങ്ങി കെട്ടി വന്നതൊക്കെ വെറുതെ. ഇതാണ് അമ്മേന്റെ വീട്ടിലെ സ്ഥിര ഹെയർ സ്റ്റൈല്. ഇങ്ങനെ മഹർഷീനെ പോലത്തെ ഹെയർ സ്റ്റൈല് കേരളത്തിലെ എല്ലാ അമ്മമാരുടെയും അങ്ങനെ തന്നെയാണ്. ഇതല്ലേ? അല്ല ഇപ്പൊ നോക്കിയാ വേറെ ഏതോ സ്ഥലത്ത് നിന്ന് വന്നു. ഇങ്ങനെ കണ്ണലിങ്ങനെ ആയിട്ട് കംഫർട്ടബിൾ അല്ലേ?
അടുത്തൊരു ചോദ്യചിഹ്നമാണ്. 6 കിലോ മേടിക്കാം. നാടൻ വാങ്ങിയാ തോന്നല്ലേ? ചക്കൊക്കെ എത്രയാ? ഓരോ ചക്ക അയ്യോ ഒന്നും വേണ്ട, പകുതി മതി. 50 രൂപ. അതുണ്ട്. അത് പച്ചച്ചക്കയാണ്. അത് ഇടിച്ചക്കല്ലേ? അത് വേണ്ട. പിന്നെ നാളെ പഴുക്കുന്നത് 1 കിലോ മതി. ഈ മറ്റേ പാളയംകോടൻ എന്നൊക്കെ പറയുന്നതാന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. ആ അതന്നെ മൈസൂർ പഴം. പണ്ട് എന്നോട് അമ്മ അറിയണ്ടായിരുന്നു, വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത്. സ്വന്തം വന്ന വഴി മറന്നുപോയി. നമ്മൾ ശരിക്കും അത് പറഞ്ഞോ? നല്ല രസമുണ്ടല്ലേ? നല്ല ചെടീൻ്റെ നടുക്ക് നല്ല അടിപൊളി സ്ഥലം. നമ്മളിങ്ങനെ വെറുതെ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ ഇവനങ്ങൾ മണി ട്രാൻസ്ഫർ വേറെ എന്തോ ആണ്. നല്ല ചെടിയെല്ലാം വെച്ച് നല്ലൊരു ചായക്കട. മന്തി കുറച്ച് സ്പൈസ് ആക്കി തരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് അതിനെന്ത് ടേസ്റ്റ് ഉള്ള സ്ഥലം പോലും ഇല്ല. നമുക്കെന്തോ നല്ല ടേസ്റ്റ് ഇഷ്ടമായി.